ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുക. പാൽപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരമായിട്ട് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക. അതാകുമ്പം കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പാല് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഇത് പാല് നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ അഗർ അഗർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇത് ചൈന ഗ്രാസിൻ്റെ പൗഡറാണ്. ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 10 ഗ്രാം കുറച്ച് വെള്ളത്തിൽ കുതിർത്തിയിട്ട് അടുപ്പത്ത് വെച്ച് മെൽട്ടാക്കി ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സെറ്റ് ചെയ്യാനുള്ള ഈ ഒരു പാത്രം ഞാൻ നേരത്തെ തന്നെ നെയ്യ് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് സെറ്റായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയും അതേപോലെ തന്നെ പിസ്ത ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാറി സെറ്റായതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1/2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയല്ലേ ഈ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്? സൂപ്പർ ടേസ്റ്റുമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.